ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ലെറ്റ് ഇറ്റ് ഗോ എന്നതിനെക്കുറിച്ചാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ലെറ്റ് ഇറ്റ് ഗോ എന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താലും ഇല്ലെങ്കിലും അത് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കാരണം അതൊരു പ്രകൃതി നിയമമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരേ സമയം ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതിൽ കുറേ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും അതേപോലെ തന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഉണ്ട്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമുക്ക് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് എന്ന്. അതായത് എപ്പോഴും നെഗറ്റീവ് തോട്ടാണ് നമുക്ക് കൂടുതലും വരുന്നത്, അല്ലേ? നമ്മുടെ ചിന്തകളിൽ കൂടുതലും പോസിറ്റീവായ തോട്ട്സ് ആയിരിക്കണം കൂടുതലും വരേണ്ടത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതലായിട്ടും വരുന്നെങ്കിലോ അത് നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റണം. അതിനാദ്യം വേണ്ടത് നമ്മുടെ ചിന്തകളെ അനലൈസ് ചെയ്യണം. എന്താണ് നമ്മുടെ ചിന്തകളിൽ കൂടുതലായിട്ടും വരുന്നത് എന്ന കാര്യം നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ പോസിറ്റീവാണോ നെഗറ്റീവാണോ ചിന്തകൾ കൂടുതലായിട്ടും വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? ആദ്യം നമ്മുടെ ചിന്തകൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ചിന്തകളിൽ പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ കൂടുതലായിട്ടും വരുന്നതെന്ന് നോക്കണം. അതിനുശേഷം നെഗറ്റീവാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ചിന്തയെ പോസിറ്റീവായിട്ട് മാറ്റണം. ഇനി നമുക്ക് എന്താണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന കാര്യം നോക്കാം. എന്താണ് ലെറ്റ് ഇറ്റ് ഗോ? എന്ത് കാര്യവും വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അത് ദൈവത്തിനോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് സമർപ്പിക്കുക എന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആക്ഷന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണല്ലേ. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പം ആക്ഷൻ എടുക്കണം. എന്ത് കാര്യമാണോ നമുക്ക് വേണ്ടത് അത് സംബന്ധമായിട്ടുള്ള ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടേ? ആക്ഷൻ നമ്മൾ ചെയ്തിട്ട് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്തിട്ട് ബാക്കി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, ദൈവമാണെങ്കിൽ ദൈവം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയാണെങ്കിൽ പ്രപഞ്ചശക്തി, അതിന് വിട്ടുകൊടുക്കുക. റിസൾട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നതാണ് ഈ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ആദ്യമേ തന്നെ പറഞ്ഞ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളത്. കാരണം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതെപ്പോഴാണ് സംഭവിക്കുന്നേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അത് ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും, അല്ലേ? പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാതിരിക്കുക. അതായത് എപ്പോൾ നടക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലൂടെ വരരുത്. അത് ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിൽ മുഴുകുക. അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. വെറുതെ ഇരിക്കരുത്. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൽ മുഴുകി ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഫ്രീ ആവുന്ന കുറേ ടൈം കിട്ടില്ലേ, ആ സമയത്ത് അപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരിക്കരുത്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മുഴുകണം, ബിസി ആയിട്ടിരിക്കണം. അതായത് പേരൻസുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം, എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് പഠിക്കാം. അങ്ങനെ നമ്മൾ ഓരോരോ കാര്യത്തിൽ മുഴുകുക. അല്ലാതെ നമ്മളിങ്ങനെ റിസൾട്ട് അതെപ്പോൾ നടക്കുമെന്ന് ആലോചിച്ച് ഇരിക്കരുത്. കാരണം നമ്മൾ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യും, അല്ലേ? ഓരോ ടൈം കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.
അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആകെപ്പാടെ വിഷമിച്ച് ആകെപ്പാടെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആയിപ്പോവും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് അപ്പോൾ നമ്മൾ എന്താണോ വിചാരിച്ച ആ കാര്യം നടക്കുമോ? അതിങ്ങനെ കൂടുതൽ നീണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണ്ടേ? ലെറ്റ് ഇറ്റ് ഗോ ചെയ്തിരിക്കണം. ലെറ്റ് ഇറ്റ് ഗോയിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു തരുന്നില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് എന്താണ് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും, അതിപ്പോൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തല്ല, വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ നടക്കുന്ന സങ്കടം, അങ്ങനെ പല കാര്യം, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാനിത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്ന് പറയുന്നതാണ്. ഈ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളത് നമ്മുടെ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. കാരണം ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞ സാധനം നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം വിട്ടുകളയണം അല്ലെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എനർജിയിൽ നിന്നും പുറത്ത് കടക്കാനും ഒക്കെ എല്ലാ കാര്യത്തിനും നമുക്ക് ലെറ്റ് ഇറ്റ് ഗോ ഉപയോഗിക്കാം. എന്താണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന കാര്യമാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ലെറ്റ് ഇറ്റ് ഗോ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.